ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പദമാണ് ഡിങ് കപ്പിൾ. ഡബിൾ ഇൻകം ആൻഡ് നോ കിഡ്സ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. വിവാഹം കഴിഞ്ഞ് കുട്ടികൾ വേണ്ട എന്ന തീരുമാനമെടുക്കുന്ന യുവദമ്പതിമാർ ഈ പേരിലാണ് അറിയപ്പെടുന്നത്. യുവാക്കൾക്കിടയിൽ ഇങ്ങനെയൊരു തീരുമാനം മുമ്പില്ലാത്ത വിധം ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. പണ്ടുകാലത്ത് പ്രത്യുൽപാദനപരമായി എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരാണ് കുട്ടികളില്ലാത്ത വിവാഹ ജീവിതം നയിച്ചിരുന്നതെങ്കിൽ ഇന്ന് മനഃപൂർവ്വം കുട്ടികളില്ലാത്ത ദാമ്പത്യം തിരഞ്ഞെടുക്കുന്നവർ ധാരാളമുണ്ട്. ചൈൽഡ് ഫ്രീ ലൈഫ് സ്റ്റൈൽ എന്ന ആശയത്തിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്. അതായത് വ്യക്തിപരമായ സങ്കല്പങ്ങൾ, സാമ്പത്തികമായ കാരണങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ താല്പര്യമില്ലായ്മ, അങ്ങനെ പലതും കുട്ടികൾ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നതിനുള്ള കാരണങ്ങളാണ്. സമൂഹത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും വിമർശനങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലും കുട്ടികൾ വേണ്ടെന്ന ഉറച്ച തീരുമാനത്തിലേക്ക് ആളുകൾ എത്താനുള്ള പ്രധാന കാരണങ്ങൾ ഇവയാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. 1. കുട്ടികൾ വേണ്ടെന്നുള്ള ആഗ്രഹം. കുട്ടികൾ വേണമെന്ന താല്പര്യമില്ലാത്തത് തന്നെയാണ് ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണം. കുട്ടികളുടെ ജനനം മുതൽ വലിയൊരു കാലയളവ് ദമ്പതികളുടെ ജീവിതത്തിൽ വലിയൊരു സമയം കുട്ടികൾക്കായി നീക്കിവെക്കേണ്ടതായിട്ടുണ്ട്. അതിന് താല്പര്യമില്ലാത്തവർ കുട്ടികൾ വേണ്ട എന്ന തീരുമാനമായിരിക്കും എടുക്കുക. കൂടാതെ കുട്ടികളോട് പ്രത്യേകിച്ച് ഇഷ്ടമോ മാതാപിതാക്കളാകാൻ ഇഷ്ടമോ ഇല്ലാത്തവരും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തേക്കാം. 2. കരിയർ. കുട്ടികളുണ്ടായാൽ കരിയറിലെ വളർച്ച ഇല്ലാതാകുമെന്നും പൂർണ്ണ തോതിലുള്ള പ്രകടനം കരിയറിൽ കാഴ്ചവെക്കാൻ സാധിക്കില്ലെന്നുമുള്ള ചിന്തയിൽ കുട്ടികളെ വേണ്ടെന്ന് വയ്ക്കുന്നവരുണ്ട്. കുട്ടികൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന സമയം കൂടി കരിയറിലേക്ക് മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇത്തരക്കാർ. 3. സാമ്പത്തിക സ്വാതന്ത്ര്യം. കുട്ടികൾ ഉണ്ടാകുന്നതോടെ അധിക സാമ്പത്തിക ബാധ്യതകൾ ജീവിതത്തിൽ ഉണ്ടാകുമെന്നത് സത്യമാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും മറ്റ് ജീവിത ചിലവുകൾക്കും ധാരാളം പണം ചിലവാവുകയും തങ്ങളുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും പണം തികയാതെ വരികയും ചെയ്യും എന്ന ചിന്തയിൽ കുട്ടികൾ വേണ്ട എന്ന തീരുമാനത്തിലെത്തുന്നവർ നിരവധിയാണ്. 4. സുരക്ഷിതമായ അന്തരീക്ഷമല്ല എന്ന തോന്നൽ. കുട്ടികൾ വളരുന്നതിന് സുരക്ഷിതമായ ഒരു സ്ഥിതിയല്ല ലോകത്തിലുള്ളത് എന്ന് വിശ്വസിച്ച് കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നവർ ഉണ്ട്. കുട്ടികളെ ഇഷ്ടമാണെങ്കിലും ആരോഗ്യകരമായ രീതിയിൽ വളരാനുള്ള അന്തരീക്ഷം ഈ ഭൂമിയിൽ ഇല്ലെന്നുള്ള ചിന്തയിൽ ഇങ്ങനെയൊരു തീരുമാനമെടുക്കുന്നവരും നിരവധിയാണ്. 5. കുട്ടികളെ വളർത്തുന്നതിലെ ചിലവ്. പഠനത്തിനും കുട്ടികളുടെ ആരോഗ്യ ചെലവുകൾ കൂടാതെ ഇന്ത്യയിൽ ഒരു കുട്ടിയെ വളർത്തുന്നതിന് ശരാശരി 2.1 ലക്ഷം ചിലവ് വരുമെന്നത് 10 വർഷം മുൻപുള്ള റിപ്പോർട്ടാണ്. ഇപ്പോൾ അതിലും എത്രയോ മടങ്ങ് അധികമായിരിക്കും ഈ തുക. അതിനാൽ കുട്ടികളെ വളർത്തുന്നതിലൂടെ കയ്യിലിരിക്കേണ്ട ലക്ഷങ്ങൾ വെറുതെ പോകുമെന്നും അല്ലെങ്കിൽ അതിനായി കടമെടുക്കേണ്ടി വരുമെന്നും ചിന്തിച്ച് കുട്ടികളെ വേണ്ടെന്ന് വയ്ക്കുന്നവരും നിരവധിയാണ്. 6. ആരോഗ്യകരമായ കാരണങ്ങൾ. ഗർഭധാരണം, പ്രസവം, കുട്ടികളെ വളർത്തൽ എന്നിവയുമായി ബന്ധപ്പെട്ട് ഉണ്ടായേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മുൻനിർത്തിയും ചിലയാളുകൾ കുട്ടികളെ വേണ്ടെന്ന് വയ്ക്കാറുണ്ട്. 7. മറ്റ് ഉത്തരവാദിത്തങ്ങൾ. കുട്ടികളുടെയോ പ്രായമായവരുടെയോ കെയർ ടേക്കിംഗ് ജോലികൾ ചെയ്ത് മടുത്ത് സ്വന്തമായി കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നവരുമുണ്ട്. 8. ജീവിതശൈലി മുൻഗണനകൾ. സ്വന്തം ഇഷ്ടങ്ങളും വിനോദങ്ങളും യാത്രകളും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കുട്ടികൾ ഒരു തടസ്സമാകുമെന്ന തിരിച്ചറിവിൽ കുട്ടികൾ വേണ്ട എന്ന തീരുമാനത്തിലെത്തുന്ന ദമ്പതിമാരുണ്ട്. സ്വന്തം സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അവർ കുട്ടികൾ വേണ്ടെന്ന് തീരുമാനിക്കുന്നു. 9. മാനസിക ആരോഗ്യം. രക്ഷാകർതൃത്വം വഴി ജീവിതത്തിലുണ്ടായേക്കാവുന്ന മാനസിക സമ്മർദ്ദം, പ്രയാസങ്ങൾ എന്നിവ ഒഴിവാക്കുന്നതിന് കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നവരുണ്ട്. മാനസികമായ ക്ഷേമത്തിന് മുൻഗണന നൽകിക്കൊണ്ട് കുട്ടികൾ വേണ്ട എന്നാണ് ഇത്തരക്കാർ തീരുമാനിക്കുന്നത്. കുട്ടികൾ വേണ്ട എന്ന തീരുമാനത്തിലെത്തുന്ന മാതാപിതാക്കളെ മുൻവിധിയോടെയും തെറ്റിദ്ധാരണകളോടെയും നോക്കുന്ന സാമൂഹിക അവസ്ഥ ഇപ്പോഴുണ്ട്. എന്നാൽ ഇത് മാറേണ്ടതാണ്. കുട്ടികൾ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് തികച്ചും വ്യക്തിപരമായ കാര്യമാണ്. മാതാപിതാക്കൾ ആയെങ്കിലേ ജീവിതം സാർത്ഥകമാകുകയുള്ളൂ എന്നത് പഴഞ്ചൻ ചിന്തയാണ്. സാമൂഹികമായ പൊതുചിന്തകളെ മുൻനിർത്തി മാതാപിതാക്കളായി കുട്ടികളെ നരകതുല്യ ജീവിതത്തിലേക്ക് എത്തിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് കുട്ടികൾ വേണ്ടെന്ന് വയ്ക്കുന്നത്.